ശ്രീ ആർ വി ബാബു, ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് അതിന്റെ പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചു. പക്ഷേ ആ അവസരം മുതലെടുത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് BJP ആണ്. അതോടൊപ്പം ഇതിൽ മതം കയറ്റിയതും BJP ആണ്. അത് അവരുടെ രാഷ്ട്രീയ കുതന്ത്രമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെ കാണാം? പഹൽഗാമിൽ ആക്രമണം നടത്തിയ സമയത്ത് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കലിമ ചൊല്ലാൻ കഴിയാത്ത ആളുകൾ ഹിന്ദുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ കൊലപ്പെടുത്തിയത് മതമടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അങ്ങനെയുള്ളൊരു കൊലപാതകം കൂട്ടക്കൊല നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറാർക്കി വെച്ച് നോക്കിയാൽ മൂന്നാമത്തെ ആളെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, ഇപ്പോൾ സോണിയാഗാന്ധിയെ മാറ്റി നിർത്തിയാൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വാദ്ര, അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഈ റോബർട്ട് വാദ്രയുടെ കമൻറ്റ് എന്തായിരുന്നു? റോബർട്ട് വാദ്ര എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് പഹൽഗാമിൽ മതം ചോദിച്ചുള്ള കൂട്ടക്കൊല നടത്തിയത് ഭീകരന്മാർ എന്ന പ്രസ്താവന നടത്തിയ ആളുടെ പേര് റോബർട്ട് വാദ്ര എന്നാണ്. ആ റോബർട്ട് വാദ്രയെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളല്ലേ റോബർട്ട് വാദ്ര? അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവല്ലേ? തള്ളി പറഞ്ഞോ റോബർട്ട് വാദ്ര പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെയല്ല എന്ന് പറയാൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് തയ്യാറായോ? പഹൽഗാമിലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഭീകരവാദത്തെ തള്ളിപ്പറയാനും അതിനെ ആക്ഷേപിക്കാനും മതം ചോദിച്ച് നടത്തിയ ഭീകരവാദ ആക്രമണത്തെ അപലപിക്കാനും തയ്യാറാവുന്നതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ട് പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭീകരവാദികളെ അവർക്ക് അനുകൂലമായ, പാകിസ്ഥാന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിനെതിരായ രീതിയിൽ സംസാരിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ഇവിടെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച്, അതിൻ്റെ സുരക്ഷാ വീഴ്ച ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, നമുക്കതിൻ്റെ കാര്യങ്ങളെ അബ്സല്യൂട്ട് തലത്തിലേക്ക് പിന്നെ പോകേണ്ട ഒരു കാര്യമല്ലേ? അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ? മറിച്ച് ഭീകരവാദത്തിനെ ശക്തമായി എതിർക്കുകയും അതിനെതിരായി മുഴുവൻ ജനങ്ങളും അണിനിരക്കണം എന്നും നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെതിരായി ശക്തമായി അണിനിരക്കണം എന്നും പറയേണ്ട സമയത്ത് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് അല്ലേ? യഥാർത്ഥത്തിൽ സുരക്ഷാ വീഴ്ച, എല്ലാ ഭീകരാക്രമണവും സുരക്ഷാ വീഴ്ചയാണ്. അത് ടാജ് ആക്രമണമായാലും പാർലമെന്റ് ആക്രമണമായാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഭീകരാക്രമണങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതല്ലേ? അതെല്ലാം സുരക്ഷാ വീഴ്ചയാണ്. അതെല്ലാം സുരക്ഷാ വീഴ്ചയല്ലേ? അതല്ലേ പഹൽഗാമിൽ മാത്രം ഉണ്ടായതാണോ സുരക്ഷാ വീഴ്ച? അപ്പോൾ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യേണ്ടത് എപ്പോഴാ? അതിനൊരു സമയമുണ്ട്. ഇവിടെ നമുക്കറിയാം പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ബിട്ടോണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാളുടെ പക്വതയെങ്കിലും കാണിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായോ? പാകിസ്ഥാനാണ് എല്ലാവിധ ആക്രമണവും നേരിട്ടത്. പാകിസ്ഥാന്റെ അഭിമാന സ്തംഭങ്ങൾ തകർക്കപ്പെട്ടു, ലാഹോർ ആക്രമിക്കപ്പെട്ടു, റാവൽപിണ്ടി ആക്രമിക്കപ്പെട്ടു, അങ്ങനെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടു, അവരുടെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു, അവർ പോറ്റി വളർത്തിയ ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടു. പക്ഷേ പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞില്ല. മറിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. റോണി മനസ്സിലാക്കേണ്ടത്, 1971 ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിശേഷിപ്പിച്ചത് രാജ്യം നേടിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ദിരാഗാന്ധിയാണോ യുദ്ധം ചെയ്തത്? അല്ല, സൈന്യമാണ് യുദ്ധം ചെയ്തത്. ഇന്ദിരാഗാന്ധി പറഞ്ഞ സമയത്താണോ യുദ്ധം ചെയ്തത്? അല്ല, സൈന്യം തീരുമാനിച്ച സമയത്താണ് യുദ്ധം ചെയ്തത്. യുദ്ധത്തിൽ പങ്കെടുത്തതും യുദ്ധത്തിൽ ബലിദാനികളായതും ഒക്കെ ഇന്ത്യൻ സൈനികരാ. പക്ഷേ അടൽ ബിഹാരി വാജ്പേയി അഭിനന്ദിച്ചു, സൈന്യത്തെ അഭിനന്ദിച്ചതോടൊപ്പം ആരെ അഭിനന്ദിച്ചു? ഇന്ദിരാഗാന്ധിയെ അഭിനന്ദിച്ചു. ഇവിടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, ഒരുപക്ഷെ 1971 ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, സമാനതകളില്ലാത്ത രീതിയിൽ ഭീകരവാദത്തിന് മറുപടിയായിട്ട് പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു എന്നുകൊണ്ട് സൈന്യം ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അമേരിക്കയെയും ചൈനയെയും അടക്കമുള്ള വൻ ശക്തികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു എന്ന് അവരൊരു ന്യൂക്ലിയർ, 1971 പാകിസ്ഥാൻ ന്യൂക്ലിയർ ശക്തിയല്ല, പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ ന്യൂക്ലിയർ ശക്തിയാണ്. 1971 പോലെ എളുപ്പമല്ല ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രം ഇതേ രീതിയിൽ ആക്രമിച്ച ചരിത്രമില്ല, ഒരു ചരിത്രമില്ല. നമുക്ക് ആണവ രാജ്യങ്ങളുടെ എണ്ണം വളരെ ചെറുതാ, വളരെ കുറച്ചേ ഉള്ളൂ.
ഒരു ശക്തിയുള്ള രാജ്യത്തിനെ കടന്നു ചെന്ന് ആക്രമിച്ച ചരിത്രം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടി പാകിസ്ഥാനെ കടന്നു ചെന്ന് ആക്രമിച്ച അവരുടെ ആണവ ശക്തിയെ നിർവീര്യമാക്കുന്ന തരത്തിൽ ആക്രമിക്കാൻ കരുത്ത് കാണിച്ച സൈന്യം ഇവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അഭിനന്ദിച്ചോ? ദുർഗയോട് ഉപമിച്ചു എന്ന് പറയുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയെ. എന്തേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീകൃഷ്ണനോട് ഉപമിച്ചോ? അല്ലെങ്കിൽ ശ്രീരാമനോട് ഉപമിച്ചോ? ഇല്ലല്ലോ. മറിച്ച് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകളാണ് സ്വീകരിച്ചത്. സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പറഞ്ഞു. വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്താ ഉണ്ടായത്? വെടിനിർത്തലില് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ വെടിനിർത്തലിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ് അതായിരുന്നു അന്വേഷിക്കല്. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മലക്കം മറിഞ്ഞു. ഇപ്പൊ എന്തായി? ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ ഇവർക്ക് നാവ് പൊന്തുവോ? നാണം കെട്ട പ്രചരണം. വൈദേശികര് അല്ലെങ്കിൽ വിദേശ പത്രങ്ങള്, വിദേശ മാധ്യമങ്ങള്, ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങള് പറയുന്നത് മുഴുവൻ അപ്പാടെ വിഴുങ്ങി അത് ഛർദ്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോ ജയശങ്കർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, നമുക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ, ഒരു 10 വിമാനം നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സന്തോഷം വരുമോ? രാഹുൽ ഗാന്ധിക്ക് സന്തോഷമുണ്ടോ? എനിക്ക് മനസ്സിലാവാണ്ടി ചോദിക്കുക. ഒരു യുദ്ധസമയത്ത് എന്ത് നിലപാടെടുക്കണം, എന്ത് പറയണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് ലെവലേശം ബോധമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നമുക്ക് അപമാനകരമാണ്. രാജ്യത്തിന് അപമാനകരമാണ്. എന്തായിരുന്നു സത്യത്തിൽ ജയശങ്കർ പറഞ്ഞത്? മെയ് മാസം 7-ാം തീയതി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം മെയ് 7-ന് പുലർച്ചെ 1-നും 1:30-നും ഇടയിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധ സേന ആക്രമണം നടത്തിയതിനു ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പാകിസ്ഥാൻ കൗണ്ടർ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയ്ക്ക് നടത്തിയ ഫോൺ സംഭാഷണത്തെ പരാമർശിച്ചുകൊണ്ടാണ് ജയശങ്കർ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ജയശങ്കർ അല്ല വിളിച്ചു പറഞ്ഞത്. നമ്മുടെ DGMO പാകിസ്ഥാനിലെ കൗണ്ടർ പാർട്ടിനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, കാരണം മിലിറ്ററി കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പറയുന്നത് സാമാന്യ മര്യാദയും യുക്തിയുമാണ് യുദ്ധകാലത്ത്. അതുകൊണ്ടാണ് ബർഖാദത്തിനെ പോലുള്ള കോൺഗ്രസിന്റെ വേണ്ടി ഓശാന പാടുന്ന പത്രപ്രവർത്തകർ പോലും പറയേണ്ടി വന്നത് ഇറ്റ് ഇസ് എ ഷോക്കിംഗ് ന്യൂസ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാള് കോൺഗ്രസ് ഇത്രമാത്രം അധപ്പതിക്കുന്ന തരത്തിൽ ഒരു വാർ ടൈമിൽ എന്ത് പറയണം, എങ്ങനെ പെരുമാറണം എന്ന് ലെവലേശം ബോധമില്ലാതെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷം, ഇത് നമുക്ക് ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. ഇന്ത്യയിലെ ഈ കോൺഗ്രസ്, അതുകൊണ്ടാണ് ശരത് പവാറിനെ കണ്ടുപഠിക്കണം, പാർലമെന്റ് സമ്മേളനം വിളിക്കണം. ഇപ്പൊ പാർലമെന്റ് സമ്മേളനം വിളിച്ചിട്ട് എന്ത് പറയാനാണ്? എന്താണ് പാർലമെന്റിലെ ബോധിപ്പിക്കാനുള്ളത്? പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്ത് വിളിക്കണം. ഇപ്പോൾ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനം വിളിച്ച് എന്ത് മറുപടി പറയാനാണ്? അതുകൊണ്ടാണ് ശരത് പവാർ ഇവരുടെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷിയായ ശരത് പവാർ പറഞ്ഞത് പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ട കാര്യമില്ല എന്ന്. പഠിക്കണം, ആ ശരത് പവാറിന്റെ കാൽക്കലിരുന്ന് പോയി പഠിക്കണം. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം പെരുമാറേണ്ടത് എന്നുള്ളത് ശരത് പവാറിനെ പോലുള്ള ആളുകൾ പഠിപ്പിച്ചു തരും. അതുതന്നെയല്ലേ ഇന്റർനാഷണൽ സംഘത്തെ നിശ്ചയിച്ച സമയത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. ഫോറിൻ അഫയേഴ്സിന്റെ ചെയർമാൻ, ആ കാര്യങ്ങൾ നോക്കുന്ന അതിന്റെ കമ്മിറ്റി ചെയർമാനാണ് ശശി തരൂർ എന്നിരിക്കെ ശശി തരൂരിന്റെ പേര് പറയാൻ ഇവരെന്താ മടി കാണിച്ചത്? ശശി തരൂർ എന്ത് തെറ്റാ ചെയ്തത്? രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പം നിന്നു എന്നുള്ള തെറ്റല്ലേ ശശി തരൂർ ചെയ്തത്? രാജ്യത്തിന്റെ നിലപാടിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള തെറ്റല്ലേ ചെയ്തത്? ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പം നിൽക്കണം. ഇത്തരത്തിലുള്ള അപവാദങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് തെറ്റാണ് എന്ന് ശശി തരൂർ പറഞ്ഞപ്പോ ശശി തരൂരിന്റെ പേര് വെട്ടി. എന്തേ കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പേര് കോൺഗ്രസ് കൊടുക്കാതിരുന്നത്? കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ രാഹുൽ ഗാന്ധി എന്താ ഇല്ലാതെയായി പോയത്?
എന്തേ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു സംഘത്തിൽ അംഗമാകാൻ കഴിയാതെ പോയത്? എന്തേ രാഹുൽ ഗാന്ധിയുടെ പേര് കൊടുത്തില്ല? രാഹുൽ ഗാന്ധി പോയാൽ എന്ത് സംഭവിക്കുന്നു കോൺഗ്രസിന് തന്നെ അറിയാം. കാരണം വിദേശങ്ങളിൽ പോയി രാജ്യത്തിനെതിരായി നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അമേരിക്കയിൽ പോയി രാജ്യത്തിനെതിരായി രാജ്യവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. രാഷ്ട്ര താല്പര്യങ്ങൾക്കെതിരെ നിലകൊണ്ട ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസിന് തന്നെ തോന്നിക്കാണണം ഒരു പക്ഷേ ഇയാൾ പോയാൽ ശരിയാവില്ല എന്ന്. പിന്നെ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ, അവരുടെ ലിസ്റ്റ് പേര് കൊടുക്കാൻ എങ്ങനെ കോൺഗ്രസിന് തോന്നി? അപ്പൊ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ ഇരട്ടത്താപ്പ്, രാജ്യവിരുദ്ധമായ നിലപാട്. തുടക്കം മുതൽ ഈ കാര്യത്തിൽ 10 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും അവരെ ഒരു തരത്തിൽ രാജ്യവിരുദ്ധരാക്കി മാറ്റിയിരിക്കുന്നു. അധികാരം 10 ദിവസം അധികാരത്തിൽ നിന്ന് മാറ്റി നിന്നപ്പോഴേക്കും അവരെ തീർത്തും നിരാശരാക്കി രാജ്യവിരുദ്ധ പക്ഷത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക.